ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആർജുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ്, ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഒരുപാട് പേരും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിൽ കുറേ പേര് ബാഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നല്ല കമൻറ്റുകൾ ഇട്ടവരും ഉണ്ട്, എന്നാൽ മോശമായ കമൻറ്റുകൾ ഇട്ടതും ഉണ്ട്. ഞാൻ ഇന്നും ഇന്നലെയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ആയിട്ടല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു 3.5 വർഷത്തെ, എൻ്റെ ഒരു അറിവിൽ 3.5 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഇപ്പോഴാണ് എന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഈ നൗഫൽ, ചക്കര, നിജാസ് ഇവരെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കപ്പെടുന്നതും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതൊക്കെ. അപ്പോൾ എന്താണ്, ഒരുപാട് മോശമായ കമൻറ്റ്. കാരണം നമ്മളത് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും തളർത്തുന്ന ഒരു വല്ലാണ്ട് കമൻറ്റുകളാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, കാരണം എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ്. കാരണം നമ്മളെ സ്നേഹിക്കുന്നവരും ഉണ്ട്, എന്നാൽ നമ്മളെ സ്നേഹിക്കാത്തവരായാലും അല്ലെങ്കിൽ നമ്മളോട് അസൂയോട് കാണുന്ന അല്ലെങ്കിൽ വെറുപ്പോടുകൂടി കാണുന്ന ആൾക്കാർ വരെയും ഇതിൽ കമൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ജോലി ചെയ്യുന്നു. കാരണം കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് കമൻറ്റ് ഇടാനാണ്. അപ്പം നിങ്ങളെ ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേര് അതെനിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടാൽ മതി. ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കാണുമെന്ന് പറഞ്ഞ് എന്താണ് മെസ്സേജ് ഇട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ടേ. എന്തിനാണ് ഇങ്ങനെ ഓരോ വ്ളോഗ് കണ്ടിട്ട് വന്ന് നമ്മളെ ഈ ബാഡ് കമൻറ്റ് പറയുന്ന ഒരുപാട് പേരുടെ വ്ളോഗിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേര് വ്ളോഗ് കാണാറുമുണ്ട് ഡെയിലി. അപ്പം നമ്മളൊക്കെയും ഒരു വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്നു, അവിടെ പിന്നെ കഴിയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളവരെ മോശമായ കമൻറ്റുകൾ പറയുക, അല്ലെങ്കിൽ അവർ തലയിൽ ഷോളില്ല, അല്ലെങ്കിൽ അവർക്ക് ഉടുപ്പിന് കൈക്ക് നീളമില്ല, അല്ലെങ്കിൽ അവരുടെ നഖം വളർന്നത് ഇങ്ങനെ, അവരുടെ വീടങ്ങനെ, അല്ലെങ്കിൽ അവരുടെ മക്കളിങ്ങനെ വൃത്തികെട്ട കമൻറ്റുകളൊന്നും നമ്മൾ ആർക്കും പറഞ്ഞിട്ടും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഓരോ കമൻറ്റുകൾ ഇടുന്നത്, പിന്നെ അത് നിങ്ങളെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നേരിടുന്നു, ഓക്കെ. പക്ഷേ എന്നാൽ ഒത്തിരി പേര് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും കമൻറ്റുകൾ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടും, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്കിപ്പോൾ സാറന്മാർ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അപ്പോഴത്തേക്ക് ഒരുപാട് പേരെടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരാൾ ആൻസർ പറയുമ്പം ആരും പറയത്തില്ല. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ആൻസർ പറയുമ്പം അതേ ആൻസർ തന്നെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പറയുന്നവരുണ്ടാവും. അതുപോലെയാണ് ഈ യൂട്യൂബ് ചാനലിലും. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പിന്നെ ഒരാൾ എൻ്റെ നഖത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിടിച്ച് കയറി പിന്നെ എല്ലാവരും ഇത് തന്നെ പറച്ചില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം ഒരു നഖം വളർത്തിയെന്നും പറഞ്ഞാൽ അത് മുസ്ലിമാണോ അല്ലെങ്കിൽ ഇസ്ലാമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പം നഖം വളർത്തിയെന്നും പറഞ്ഞാൽ ഇസ്ലാം ആവുന്നില്ല. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഈ നഖം വളർത്തുന്നതായാലും അവർ ഏത് ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ അവർ മേക്കപ്പ് ഇടണോ, അല്ലെങ്കിൽ അവർ ഒരുങ്ങി നടക്കണോ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് എന്നൊക്കെ അത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. അത് ഈ മറ്റുള്ളവർ പറയുന്നത് കണ്ടിട്ട് അത് നമ്മൾ ജീവിക്കാന്ന് വെച്ചാൽ അത് ഇത്തിരി പാടുള്ള ഇതായിരിക്കും. പിന്നെ നഖം വളർത്തുന്നവൻ ഞാനങ്ങനെ ഈ നഖം വളർത്തുന്ന ഒരാളല്ല. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ നഖം വളർന്നപ്പോൾ ഞാൻ ഈ മൈലാഞ്ചി ഇട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ജസ്റ്റ് ഒന്ന് വെട്ടി ഷേപ്പാക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ മൈലാഞ്ചി ഇട്ടപ്പോഴത്തേക്കും പിന്നെ നല്ലൊരു ഭംഗിയുള്ളത് കൊണ്ടിട്ട് ഞാൻ പിന്നെ വെട്ടിയില്ല. എന്നാലും ഞാനിത് തുടർന്ന് ഇങ്ങനെ നഖം വളർത്തിക്കൊണ്ട് പോകത്തില്ല. ഇടയ്ക്ക് ഞാൻ വെട്ടി ഇങ്ങനെ ഷേപ്പാക്കാറുണ്ട്, വെട്ടി കുറയ്ക്കാറുണ്ട്. പിന്നെ നിങ്ങളെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ ഇങ്ങനെ കയ്യിൽ നഖം വളർന്ന് നടക്കുന്ന കാണുമ്പോൾ അപ്പോൾ ഒരുപാട് പേര് നല്ല ഇത് പറയുന്നുണ്ട്, ഇങ്ങനെ നഖം വളർത്തല്ലേ, നഖം വളർത്തിക്കൂടാ, നഖം വളർത്തുന്ന ഹറാം, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരും നല്ല കമൻറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷേ അതിനും അപ്പുറമായിട്ട് ഓരോരുത്തരുടെ വാക്കുകൾ, കമൻറ്റുകൾ. കാരണം എന്താണ്, എനിക്ക് അച്ചാറിടുന്നൊരു ബിസിനസ് ഉണ്ട്. കാരണം അച്ചാറിടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഞാൻ ഇടുന്നത്. കാരണം വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരിതാണ്. കാരണം മക്കളൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ തനിച്ചല്ലേ, അപ്പം എനിക്കൊരു ടൈം പാസ്സും ആവും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്, ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ അച്ചാറുകൾ ഇടുന്നത്. അപ്പം പണ്ട് മുതലേ ഞാനിങ്ങനെ ഇടാറുണ്ട് അച്ചാറൊക്കെ. അപ്പം സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ലൈസൻസൊക്കെ എടുത്തിട്ട് അച്ചാർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ കൊറിയർ അയച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിലുള്ളവരൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല കമൻറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ നഖം വെച്ചിട്ടാണ് അച്ചാറിടുന്നത്, എന്തായാലും എനിക്ക് വൃത്തിയില്ല. ഈ വൃത്തിയില്ല എന്ന് പറയുന്നവരെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളാണോ വന്ന് എന്നെ വൃത്തിയാക്കുന്നത്? അല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വൃത്തിയുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളാദ്യം വൃത്തിയാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക.
എന്നിട്ട് ഈ മറ്റുള്ളവരെ കുറ്റം പറയാൻ നോക്ക്. എന്തിനാണ് ഇങ്ങനെ വെറുതെ ഓരോരുത്തരുടെയും ഈ കുറ്റം പറയുന്നത്? നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല ഇങ്ങനെ ഈ യൂട്യൂബിൽ ഓരോ വ്ളോഗും കണ്ടിട്ട് ഇങ്ങനെ ഈ കമൻറ്റിൽ വന്ന് മോശമായ രീതിയിൽ ഇങ്ങനെ ഓരോന്നും പറയുന്നത്? പിന്നെ വൃത്തിയില്ലാതെ എന്താണ് എൻ്റെ അടുത്ത് നിന്ന് അച്ചാർ ആരെങ്കിലും വാങ്ങിച്ച് കഴിക്കുമോ? എനിക്ക് വൃത്തിയില്ല. പിന്നെ എന്തുവാ ഈ നഖം വെച്ചിട്ടാണോ അച്ചാർ? ഈ അച്ചാറിടുമ്പോഴത്തേക്ക് എൻ്റെ ഈ നഖങ്ങൾ വെട്ടി ഇട്ടിട്ടല്ല ഞാൻ അച്ചാറിടുന്നത്. ഓരോ പ്രൊഡക്റ്റ് അതിപ്പം ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ അച്ചാറിടുന്നത്, അല്ലാതെ ഈ നഖം വളർത്തി ഈ നഖം വെട്ടിയിട്ടല്ല ഞാൻ അച്ചാറിടുന്നത്. അതൊന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ നമ്മൾ കൂടുതലും വലത് കൈ കൊണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇടത് കൈ അങ്ങനെ എന്താണ് കുറച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ, കട്ടിങ്ങിനൊക്കെ. അല്ലാണ്ട് ഇങ്ങനെ എന്താണ് ഈ കൈ വെച്ചിട്ടല്ലേ ഞാൻ എല്ലാം ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും വലത് കൈ വെച്ചിട്ടാണ് കൂടുതലും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ, ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടാൽ മതി. പിന്നെ എനിക്കിതിപ്പോൾ നിങ്ങൾ കാണണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു നിർബന്ധവും ഇല്ല. പിന്നെ എന്താണ് ഇതിൽ നിന്നും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. എനിക്കൊരു 3-3.5 വർഷമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അന്നൊന്നും എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല. കാരണം നിങ്ങൾക്കത് പഴയ വീഡിയോസിലൊക്കെ പോയാൽ കാണാം. ഞാൻ ഇപ്പോൾ കൂടുതലും നിങ്ങൾ ഇപ്പോഴാണ് എന്നെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഞാനൊരു 3.5 വർഷമായിട്ട് വ്ളോഗ് ചെയ്യുന്നത്. എന്നാൽ സ്ഥിരം ചെയ്യാറില്ല. വല്ലപ്പോഴും ഒക്കെ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ, ഫാമിലി ട്രാവൽ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വ്ളോഗുകളാണ് ഞാൻ ഇടാറുള്ളത്. ഇപ്പോഴാണ് നിങ്ങൾ കൂടുതൽ എന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ഈ നിജാസ്, ചക്കര, നൗഫൽ വന്നതിന് ശേഷം മാത്രം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറയുമ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഈ മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളൊന്നും നിങ്ങൾ ഇടരുത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സഹോദരിയാണോ സഹോദരനാണോ എന്നൊന്നും എനിക്കറിയില്ല, അയച്ചിട്ടുണ്ട് എൻ്റെ കിച്ചണിൽ വൃത്തിയില്ല. സ്വന്തം വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും നോക്കിയാൽ പോയി, എന്തിനാണ് മറ്റുള്ളവൻ്റെ കാര്യങ്ങളിൽ നോക്കുന്നത്? ഇങ്ങനെ കുറ്റം പറയുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ കിച്ചണിൽ വൃത്തിയുണ്ടോ ഇല്ലെന്നുള്ള അത് ഞാനല്ലേ ആക്കുന്നത്, അല്ല നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ കിച്ചണിൽ അത്യാവശ്യം വൃത്തിയുണ്ട് എൻ്റെ ഒരു ഇതിൽ. പിന്നെ ഇനി എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ പാമ്പ് കയറി കിടക്കില്ലെന്ന്, എൻ്റെ കിച്ചണിൽ പാമ്പ് കയറി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പാമ്പ് കയറി എന്നും പറഞ്ഞൊന്നും ഒരു വ്ളോഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം. അപ്പോൾ ആ സഹോദരി ആയാലും സഹോദരനായാലും കണ്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ബാഡ് കമൻറ്റുകളുണ്ട്. പിന്നെ ഒരാളെന്ന് വെച്ചാൽ മോശമായ രീതിയിൽ മാനസികമായിട്ടൊന്നും മാത്രമല്ല ശാരീരികമായിട്ട് നടത്തുന്നത്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മോശമായ രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല, കാരണം കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ എന്താണ് എല്ലാവർക്കും ഇങ്ങനെ നഖം വെട്ടുക, കയ്യിൽ നഖം വെട്ടുക എന്നൊക്കെയാണ്. അത് എൻ്റെ ഇഷ്ടമാണ് ഈ നഖം വളർത്തുന്നത് എല്ലാം. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ നടക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞാൽ ഈ നാട്ടുകാർ പറഞ്ഞാലും നിങ്ങളത് നേരെയാക്കാൻ ശ്രമിക്കുമോ? അങ്ങനെയല്ല, നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ. ഇനി ഈ നഖം ഇതിപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ തുടർന്നിങ്ങനെ ഇത് വളർത്തിക്കൊണ്ട് പോകുന്നതല്ല, ഇത് ഞാൻ വെട്ടും. പക്ഷേ ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടേക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് ഇത് അങ്ങനെ വളർത്തിയിട്ടുകൊണ്ട് നടക്കുകയൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാം, ഒരുപാട് കമൻറ്റുകളുണ്ട്. എൻ്റെ ഈ നഖം കണ്ടു കഴിഞ്ഞാൽ ആരും അച്ചാർ വാങ്ങിക്കില്ല, പിന്നെ അച്ചാർ കൂട്ടത്തില്ല. ഒരുപാട് പേര് നഖം മുറുക്കി ഇത് തന്നെ. പിന്നെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നിജാസിൻ്റെ ആരാന്നുള്ള. അത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിജാസിൻ്റെ ആരാന്ന് വെച്ചാൽ നിജാസിൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ്, നിജാസിൻ്റെ കുഞ്ഞുമ്മയാണ്. പിന്നെ ചക്കര മേമ എന്ന് വിളിക്കും. അത് ഓരോരുത്തരുടെയും നാട്ടിലെ ഓരോ ഇതാണ്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് കുഞ്ഞുമ്മ, കൊച്ചുമ്മ ഇങ്ങനെ പറയും. അപ്പം അവരുടെ നാട്ടിൽ മേമ, അപ്പം അത് തന്നെ മേമ എന്നാണ് വിളിക്കാറ്. പിന്നെ അതുപോലെ തന്നെ ചക്കരേൻ്റെ ഉപ്പായെ കാണാൻ പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സുഖമില്ലാണ്ട് കിടക്കും. ഇത്രയും പെട്ടെന്ന് ഒരാൾ മരിക്കും എന്നുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ആളിന് കുറച്ച് നാളുകളായിട്ട് സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള ഒരു ദൂരം അല്ലല്ലോ. കാരണം ഒരു 10 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താലേ നമുക്ക് ഇവിടെ നിന്ന് അവിടെ എത്തത്തുള്ളൂ. പിന്നെ ഒരു മരണമായാലും പെട്ടെന്നൊരു ആപത്തായാലും നമുക്ക് പോയി എത്താൻ പറ്റത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇപ്പം ദൂരമുള്ളവർക്കാണെങ്കിലും ചിന്തിക്കാം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഉള്ളവർക്കാണെങ്കിലും ചിന്തിക്കാം, കൊല്ലം വരുന്നതും ട്രിവാൻഡ്രം വരുന്നതുള്ള ദൂരം ഒന്ന് ചിന്തിച്ച് നോക്കാം. അതുപോലെയാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും. പിന്നെ സുഖമില്ലാണ്ട് കിടന്നപ്പോൾ അവർ 2 പേരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി അവർ കണ്ട് നിന്ന്. പിന്നെ അവർക്ക് വയ്യാണ്ട് അവർ തിരിച്ചിങ്ങ് വന്നു. അപ്പോഴത്തേക്കാണ് ഇപ്പം നമ്മൾ പെട്ടെന്ന് മരിക്കുമെന്ന് അറിയുന്നില്ല. അപ്പോഴും കാണാം ഇടയ്ക്ക് വിളിച്ച് പറയുന്നത്, ഒരു ദിവസം വിളിച്ച് പറയുന്നത്, നൗഫൽ പറയുന്നത് സീരിയസ് ആണ്, ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണ്, നിങ്ങളെല്ലാവരും കൂടി വന്നേക്കാം. അപ്പോൾ ചക്കരയെ കൊണ്ട് പോകണമല്ലോ. അപ്പം നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ മുമ്പേ എത്തിക്കേണ്ടത് ചക്കരേനെയാണല്ലോ. അപ്പം നമുക്കൊരു വണ്ടിയിൽ 5 പേരേ കൊള്ളത്തുള്ളൂ. അപ്പോഴത്തേക്ക്
നിജാസ്, ഉമ്മ, അനിയൻ, പിന്നെ നിജാസിൻ്റെ ഉപ്പ, ചക്കര. അപ്പം ഇവർ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകാമെന്ന് വെച്ചാൽ ഒന്നീ എൻ്റെ ഹസ്ബൻഡ് വേണം എന്നെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ജോലി സ്ഥലത്ത്, ഹസ്ബൻഡ് ദുബൈയിൽ ഗൾഫിലാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും മക്കൾ പഠിക്കുന്നുണ്ട്. അവർ 10ാം ക്ലാസ്സിലാണ്. പിന്നെ എനിക്ക് 3 പേരുണ്ട്. അതിൽ മൂത്ത് 2 പേരും ട്വിൻസാണ്. അവർ 10ാം ക്ലാസ്സിലാണ്, ഇളയത് 7ലാണ്. അപ്പോൾ അവരെയൊക്കെ ഇട്ടിട്ട് എനിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ദൂരം നമുക്ക് അടുത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി കാണാൻ പറ്റും. ട്രിവാൻഡ്രം അല്ലെങ്കിൽ വേറെ അടുത്ത സ്ഥലങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റത്തില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. അത് അവർക്കായാലും തിരിച്ചിങ്ങനെ തന്നെയാണ്. നമ്മളെ എവിടെ എന്തെങ്കിലും സംഭവിച്ചാലും അവർക്ക് ഇതുപോലെ തന്നെയാണ്, ഓടി എത്തത്തില്ല. കാരണം അത് യാത്ര ചെയ്ത് അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, ചക്കരേൻ്റെ ഉമ്മ പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആൾ ഛർദ്ദിക്കുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ. ഞാനും ഈ കല്യാണത്തിന് പോയതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം അത്രയും ക്ഷീണമായിരുന്നു ഇവിടുന്ന് അങ്ങ് വരെ പോയി യാത്ര ചെയ്തതിൻ്റെതും ബുദ്ധിമുട്ടൊക്കെ. അപ്പം അതൊക്കെ അത് നമുക്കേ അറിയത്തുള്ളൂ. അത് മറ്റുള്ളവർക്ക് അത് അറിയത്തില്ല. മറ്റുള്ളവർക്ക് അത് പോയില്ലേ, അല്ലെങ്കിൽ പോകാനേ എന്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ലായിരുന്നപ്പോൾ നിങ്ങൾക്ക് പൊക്കൂടി ഇരുന്ന, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, നീ എന്താ മരണത്തിൻ്റെ ഇടയിലാണോ നിൻ്റെ ഈ അച്ചാറിൻ്റെ ഇതിടുന്നത്, നിൻ്റെ മീൻ്റെ ഇതൊക്കെ ഇടുന്നതെന്ന്. എൻ്റെ പൊന്നെ, ഞാൻ ഇത് ഇട്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പിടിച്ചു വെച്ചൊരു വ്ളോഗാണ്. ഈ അച്ചാറിൻ്റെതായാലും മറ്റേതായാലും നേരത്തെ ഒന്ന് പിടിച്ചു വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു അച്ചാർ ഇടുന്നതാണ് ഞാൻ അന്ന് ഇട്ടത്. പിന്നെ ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഇതും കൂടി ആഡ് ചെയ്തതേ ഉള്ളൂ. കാരണം ഒരു എന്താണ് സംസാരിച്ച് കൊണ്ടിട്ട് ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. കാരണം ചക്കരയുടെ ഉപ്പ മരിച്ചതും നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ചിലർ ചോദിക്കും, ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് പോകാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ പോയില്ലേ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞതാണ്. കാരണം അവർക്ക് അറിയത്തില്ലല്ലോ, ദൂരം കൂടുതലാണെന്ന് ഒന്നും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ ചക്കരേൻ്റെ ഉപ്പ മരിച്ചു, ദൂരമാണ്, നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ അവർ പറഞ്ഞത് കൊണ്ടിട്ടും പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റിൽ വന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ കുറേ കമൻറ്റുകൾ. പിന്നെ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവരായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ചക്കരയും നൗഫലിനെ അവരുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരായാലും ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ ഈ അച്ചാറിൻ്റെ ഇത് പറഞ്ഞിട്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അച്ചാറിൻ്റെ റേറ്റ് ചോദിക്കാനായാലും അച്ചാറിൻ്റെ കാര്യം ചോദിക്കാനായാലും, പിന്നെ നമ്മളെ വീഡിയോ കണ്ട് അത് ഇഷ്ടപ്പെട്ടു, നമ്മൾ കാണാറുണ്ട്, ഒരു സബ്സ്ക്രൈബാണ് എന്ന് പറഞ്ഞൊക്കെ പറയാൻ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ നമ്മുടെ മനസ്സുകൊണ്ട് തളർത്തുന്ന ആൾക്കാരുമുണ്ട്. മെയിനായിട്ടും അവരുടെയൊക്കെ എല്ലാവരുടെ ഇതെന്ന് വെച്ചാൽ എൻ്റെ നഖമാണ്. അപ്പം അത് എനിക്ക് എപ്പോൾ എൻ്റെ നഖം കട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്കും ഞാനതങ്ങ് കട്ട് ചെയ്ത് കളയും. അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും അതിപ്പോൾ എനിക്ക് നഖം കട്ട് ചെയ്യണം, എനിക്ക് വളർത്തണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഓക്കെ, ഞാനതങ്ങ് കട്ട് ചെയ്ത് കളയും. ഒരുപാട് പേര്, ഞാൻ ഇതിന് മുന്നേക്ക് നമ്മൾ ഒരുപാട് ബാഡ് കമൻറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്നിനും മറുപടി കൊടുക്കണ്ടെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ തന്നെ ഓരോന്നും പറയുകയും ചോദിക്കുകയും ചെയ്താൽ എന്തിരി. പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞു തരാം. എനിക്ക് ഒത്തിരി കമൻറ്റുകളുണ്ട്. എല്ലാമൊന്നും എനിക്ക് പറയാനും വായിക്കാനും പറ്റില്ല. കാരണം എല്ലാം കൂടിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറ്റാക്ക് വന്നിട്ട് മരിക്കും. അപ്പോൾ പറഞ്ഞത്, പിന്നെ ഉപ്പ മരിച്ചിട്ട് പോയില്ലെങ്കിലും വയ്യാതെ കിടന്നപ്പോൾ പൊയ്ക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ കുറേ പേര് അച്ചാറിൻ്റെ റേറ്റ് ചോദിച്ചും കൊണ്ടൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കൊക്കെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും കൂടിയാണിത്. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി അച്ചാറിൻ്റെ റേറ്റും കാര്യങ്ങളോ, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുകയൊക്കെ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അടുക്കള കണ്ടാൽ ആരും അച്ചാർ വാങ്ങില്ല, നഖം കണ്ടാൽ അറപ്പ് തോന്നുന്നു. എൻ്റെ പൊന്ന് സഹോദരിയായാലും സഹോദരനായാലും നിങ്ങൾ വാങ്ങിക്കണ്ട. നിങ്ങൾക്ക് അറപ്പ് തോന്നുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും വേണ്ട. നിജാസിൻ്റെ സിസ്റ്ററാണോ എന്ന്? സിസ്റ്ററല്ല, നിജാസിൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ്. പിന്നെ ഒരു കമൻറ്റ് വെച്ച് മൈലാഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് വേറെ നേരത്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് സംഭവം. ഇത് ചക്കര ഓർഡർ ചെയ്ത് വരുത്തിയപ്പോഴത്തേക്ക് എനിക്കും കൂടി ഒന്ന് തന്നതാണ്. പക്ഷേ അത് പോകത്തില്ല. ഒരുപാട് നാളുകൾ ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് തന്നെ തോന്നിയ നാളായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ തന്നെ കിടക്കും. കുറേ നാൾ കിടക്കും കേട്ടോ, പോവില്ല.
പിന്നെ വൃത്തിയില്ലാത്ത അടുക്കള. കാരണം എൻ്റെ കിച്ചണിൽ വൃത്തിയുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റത്തെ ഈ വ്ളോഗിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. കാരണം എൻ്റെ അടുക്കള നിന്ന് കുക്ക് ചെയ്യുന്നതും വൃത്തിയാക്കുന്നതൊക്കെ ഈ പറയുന്നവരാണ്, അതുകൊണ്ടാണ്. പിന്നെ പാമ്പ് വരും. എന്തായാലും അത് കൊള്ളാം. അച്ചാറുണ്ടാക്കുന്ന റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ചാറുണ്ടാക്കുന്ന റെസിപ്പി മുമ്പേയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും ഇടാം. ഞാൻ അങ്ങനെ വ്ളോഗ് ഡെയിലി ഇടാറില്ല, ഡെയിലി വ്ളോഗല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും മാത്രമൊക്കെ ആയിരിക്കും ഞാൻ ഈ ചില വീഡിയോ ഇടാം. പിന്നെ ചില സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കാം ഒരു വീഡിയോ ആക്കി ഇടാം. അപ്പം അങ്ങനെയൊക്കെ ഇടുന്നതാണ്. ചിലപ്പോൾ ചില ട്രാവൽ നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്കും, പിന്നെ അതുപോലെ തന്നെ ബ്രദറിൻ്റെ കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും അങ്ങനെ. അപ്പം നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ ഇടുന്നത്. അത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. എനിക്ക് നിങ്ങളൊക്കെ കണ്ടേ മതിയാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല. സത്യം പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. കുറേ പേരൊക്കെ നല്ല 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 കമൻറ്റുകൾ ഇടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കമൻറ്റുകളുണ്ട്. സത്യത്തിൽ എന്താണ്, എല്ലാം ഒന്നും വായിക്കാൻ പറ്റില്ല നമുക്ക്. അതൊക്കെ എന്താണ്, എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത വിഷമമാണ്. കാരണം എൻ്റെ മക്കൾ തന്നെ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ എന്താണ് ഇങ്ങനെ. എൻ്റെ മോൻ തന്നെ ഈ കമൻറ്റുകളെല്ലാം നോക്കിയിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നത് ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും ഇത് കൊടുക്കേണ്ടതിനൊക്കെ നമ്മൾ ചിലതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും ബാക്കിയുള്ളവർക്ക് അങ്ങനെ കിടക്കട്ടെ, അവരവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മളെ ജോലി ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ നിന്നൊരു വരുമാനം ആഗ്രഹിച്ചെന്നോ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം ഒരു 3-3.5 വർഷം കൊണ്ട് തുടങ്ങിയതല്ലേ ഇത്. അപ്പോൾ ഈ ഇടക്കാലം മുതലാണ് എനിക്ക് യൂട്യൂബിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതും. എന്നാൽ എനിക്കിപ്പോഴും എല്ലാം അറിയത്തുമില്ല. അറിയാവുന്ന കാര്യം, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഞാൻ നിജാസിൻ്റെ അടുത്ത് ചോദിക്കും, മോനെ അതെങ്ങനെയാണ് മക്കളെ എങ്ങനെയാണെന്നൊക്കെ അവനെ വിളിച്ചിട്ട് നിജാസിൻ്റെ അടുത്ത് ചോദിച്ചും നിജാസ് പറഞ്ഞു തന്നൊക്കെയാണ് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാണാണ്ടിരിക്കാം. പിന്നെ ഇതുപോലെ മാനസികമായിട്ടും തളർത്തുന്ന കമൻറ്റുകളായിട്ട് ദയവ് ചെയ്ത് വരില്ല. നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിലും വേണ്ടിയില്ല ഇതുപോലുള്ള കമൻറ്റുകൾ ഇടല്. കാരണം മക്കൾ കമൻറ്റ് കാണുന്നതാണ്, അതുപോലെ തന്നെ ഫാമിലിയിലുള്ളവരും റിലേറ്റീവ്സ് ഹസ്ബൻഡ് എല്ലാവരും ഈ വീഡിയോ ഇത് കാണുന്നതാണ്. അപ്പം കമൻറ്റുകൾ അപ്പോൾ അത് ഒരുപാട് പേർക്കും അത് വിഷമം ഉണ്ടാകുന്നതാണ്. അപ്പം എവിടെയെങ്കിലും കിടക്കുന്ന നിങ്ങൾ ഒന്നും മനസ്സിലാക്കാണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ബാഡ് കമൻറ്റുകളൊന്നും ഇടരുത്. അപ്പോൾ ഓക്കെ, എന്തായാലും ഇത്ര പറയണമെന്ന് വിചാരിച്ചു. അസ്സലാമു അലൈക്കും, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ വീഡിയോ നിർത്തിക്കൂടെ എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നിർത്താൻ എന്താണ് വഴി, വീഡിയോ ഒന്ന് നിർത്തിക്കൂടെയെന്ന്. എൻ്റെ സഹോദരനാണോ സഹോദരിയാണോ എന്നറിയില്ല. എന്തായാലും വീഡിയോ ഇപ്പം നിർത്താൻ താല്പര്യമില്ല. നിർത്തുന്നുണ്ടെങ്കിൽ മുമ്പേ നമ്മൾ അറിയിക്കുന്നതായിരിക്കും വീഡിയോ നിർത്താൻ പോകുന്നുള്ളത്. കാരണം പെട്ടെന്ന് നിർത്താൻ വേണ്ടി ഞാൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് പറയുന്നതാണ്. പിന്നെ നിങ്ങൾ പറയുമ്പോൾ നിർത്താനും നമ്മൾ അത് എന്താണ്, അപ്പോഴത്തേക്കും വീഡിയോ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ വല്ല കുക്കിംഗ് വീഡിയോ, ട്രാവൽ വീഡിയോ, അതുപോലെയൊക്കെ ചെറിയ ചെറിയ നമ്മളെ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നത്. അപ്പം മുന്നേ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിജാസും ചക്കരയൊക്കെ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ലായിരുന്നു. കാരണം ചെറിയ എന്താണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ മോൾക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോഴാണ് ചക്കരയുടെ ഉപ്പാൻ്റെ മരണം. അപ്പം അതിനിടയിൽ നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരുപാട് ഹാപ്പിയായി കളിച്ചും ചിരിച്ചൊക്കെ എടുക്കുന്ന ഒരു വീഡിയോയാണ്, കളിക്കുന്നതും കുട്ടികളായിട്ടൊക്കെ. അപ്പോൾ ആ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇതേപോലെ കമൻറ്റുകൾ വരും. കാരണം ഉപ്പ് സുഖമില്ലാതെ കിടക്കുന്നു, എന്നിട്ടാണോ ചക്കര കളിക്കുന്നു ചിരിക്കുന്നു എന്നും പറഞ്ഞും ഒക്കെ ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. അപ്പം നൗഫലിനെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ബാഡ് കമൻറ്റുകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി കമൻറ്റ്, നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഈ മനസ്സ് വേദനിപ്പിക്കാത്ത വിധത്തിൽ നിങ്ങൾ ആരും കമൻറ്റ് ഇടരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.